ശ്രീ പി സി സിറിയക്ക് കാർഷിക മേഖലയ്ക്ക് കാര്യമായ പ്രഖ്യാപനങ്ങൾ ബഡ്ജറ്റിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് കാർഷിക മേഖലയുടെ പ്രശ്നങ്ങൾക്ക് താൽക്കാലികമായെങ്കിലും പരിഹാരമാകുമെന്ന് കരുതുന്നുണ്ടോ? അത് ഒരുപാട് നല്ല പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഉദാഹരണമായിട്ട് തുടങ്ങിയത് തന്നെ ഗവേഷണ മേഖല ശക്തിപ്പെടുത്തും. അങ്ങനെ അത്യുൽപാദന ശേഷിയുള്ള പ്ലാന്റിംഗ് മെറ്റീരിയൽസ് എല്ലാം ഡെവലപ്പ് ചെയ്യും. അങ്ങനെ ഏതാണ്ട് അനേകം കർഷകർക്ക് ഉൽപാദനക്ഷമത വർദ്ധിപ്പിച്ച് വരുമാനം നേടാനുള്ള സൗകര്യം ഉണ്ടാക്കും. അതുപോലെ തന്നെ അവർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ സംഭരിച്ചു വെക്കാനോ വിപണിയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനും അല്ലെങ്കിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റിയെടുത്തുള്ള സംസ്കരണ നടപടികൾക്കും ഇതിനെല്ലാം വേണ്ട സഹായം ചെയ്യുമെന്നെല്ലാം വളരെ സന്തോഷകരമായ പ്രഖ്യാപനമാണ് നടത്തിയത്. പിന്നെ അതിന് പുറമെ പറഞ്ഞിരുന്നു ഏതാണ്ട് 1,00,000 കർഷകരെ ജൈവ കൃഷിയിലേക്ക് നയിക്കും, നാച്ചുറൽ ഫാമിങ്ങിലേക്ക് നയിക്കുമെന്നും അവർ പറഞ്ഞിരുന്നു, മന്ത്രി പറഞ്ഞിരുന്നു. പക്ഷേ ഇതെല്ലാം പ്രായോഗികമായി നടപ്പിലാക്കുവാൻ സാധിക്കുമോ? അതിലുള്ള പ്രായോഗിക വിഷമതകൾ കാരണം കുറേ നാളായി കഴിഞ്ഞ ബഡ്ജറ്റിലും കഴിഞ്ഞ 2-3 വർഷങ്ങളായി നമ്മൾ കേൾക്കുന്നതാണ് പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റികളുണ്ടാകും. പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റികൾ വഴിയായിട്ട് ഉൽപ്പന്നങ്ങൾ സംസ്കരിക്കാനും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിപണനം ചെയ്യാനും അങ്ങനെ കൂടുതൽ ലാഭം നേടിയെടുക്കാനും ഒക്കെ കർഷകർക്ക് സാധിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. എങ്കിലും കാർഷിക മേഖല പൊതുവെ അസ്വസ്ഥമാണ് കഴിഞ്ഞ 2-3 വർഷമായിട്ട്. പലതരത്തിലുള്ള അജിറ്റേഷൻസും പ്രക്ഷോഭണങ്ങളും ഒക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ വളരെ നല്ലത്. നടപ്പിലാക്കണമെങ്കിൽ ഇത് കൃഷി എന്ന് പറയുന്നത് സംസ്ഥാന സബ്ജക്റ്റാണ്. നടപ്പിലാക്കണമെങ്കിൽ സംസ്ഥാന സർക്കാരുകളുടെ പരിപൂർണമായ സഹകരണം ഇവർക്ക് വേണം. ആ പരിപൂർണമായ സഹകരണം കിട്ടാനും അങ്ങനെ സംസ്ഥാന സർക്കാരുകൾക്ക് നിങ്ങൾക്ക് ഇത്ര രൂപ വീതം തരും എന്നൊരു അവരുടെ ആത്മവിശ്വാസം മെച്ചപ്പെടുത്താനുള്ള ഒരു നടപടിയും കഴിഞ്ഞ 1-2 കൊല്ലം ഉണ്ടായില്ല. പകരം സംസ്ഥാന മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്യാനും ആ രീതിയിലേക്കാണ് പോയത്. അപ്പോൾ ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ, ഞങ്ങളുടെ തന്നെ സർക്കാരാണെങ്കിൽ പുരോഗതി വരും എന്ന രീതിയിലുള്ള ഒരു നിലപാടായിരുന്നു ഇത്രയും നാൾ എടുത്തിരുന്നത്. ആ രാഷ്ട്രീയ നിലപാടിന് മാറ്റമുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചാൽ വിജയമാകും. നല്ല കാര്യം. കേരളത്തിൻ്റെ കാർഷിക മേഖലയ്ക്ക് ഈ ബഡ്ജറ്റ് ഏതെങ്കിലും തരത്തിൽ പ്രയോജനം ചെയ്യുന്നുണ്ടോ? കേരളത്തിൽ വിശേഷിച്ച കാര്യമായിട്ടൊന്നും പറയുന്നില്ല. കേരളത്തിൻ്റെ ഏറ്റവും വലിയ കൃഷി എന്ന് പറയുന്നത് ഇവിടെ നെൽകൃഷി തകർന്ന് കിടക്കുകയാണ്. അതിന് മിനിമം സപ്പോർട്ട് പ്രൈസ് കേരള സർക്കാരിൻ്റെ പിടിപ്പുകേട് കൊണ്ട് തന്നെ മിനിമം സപ്പോർട്ട് പ്രൈസ് പോലും കൃഷിക്കാർക്ക് കിട്ടാത്ത സ്ഥിതിയാണ് നെല്ലിനെ സംബന്ധിച്ചിടത്തോളം. റബ്ബറിൻ്റെ കാര്യത്തിലാണെങ്കിൽ ആ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് BJP സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ മുതൽ ഇവർക്ക് അധോഗതിയാണ്, വില കുറവാണ്. ഈ കഴിഞ്ഞ ഒരു മാസമായിട്ട് 1-2 മാസമായിട്ട് 5-6 ആഴ്ചകളായിട്ട് വിദേശ വിപണിയിൽ റബ്ബർ ഷീറ്റിൻ്റെ ക്ഷാമം നേരിടുകയും അതിൻ്റെ ഫലമായിട്ട് ഇവിടെ വില അല്പം മെച്ചപ്പെടുകയും ചെയ്തു. പക്ഷേ ഇവിടെയും ഈ ബഡ്ജറ്റിൽ ഏതാണ്ട് 250 രൂപ മിനിമം സപ്പോർട്ട് പ്രൈസ് എന്നൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇരുന്നത്. യാതൊന്നും ഉണ്ടായില്ല, അതൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ കേരളത്തിന് ഗുണം കിട്ടുകയില്ല എന്ന് ചോദിച്ചാൽ ഇപ്പോൾ പറഞ്ഞല്ലോ അത്യുൽപാദന ശേഷിയുള്ള നടീൽ വസ്തുക്കൾ വികസിപ്പിച്ചെടുക്കും നമ്മുടെ ഗവേഷണ മേഖലയിൽ. അത് കർഷകർക്ക് ലഭ്യമാക്കും. അപ്പം കേരളത്തിലെ കർഷകരും ആ വിധത്തിൽ കേരള സർക്കാരും ആ വിധത്തിൽ ഞാൻ നേരത്തെ കേന്ദ്രത്തിൻ്റെ സഹകരണം സംസ്ഥാനങ്ങൾക്കുണ്ടായെങ്കിലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞതുപോലെ തന്നെ സംസ്ഥാനങ്ങളും ഒരു സൃഷ്ടിപരമായ രീതിയിൽ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോടുകൂടി കേന്ദ്രത്തിൻ്റെ ഈ പദ്ധതികളെ സമീപിച്ച് അവരുടെ ഈ റിസർച്ചിൻ്റെ ഫലമായിട്ടുള്ള നടീൽ വസ്തുക്കളൊക്കെ നമുക്ക് മേടിച്ചെടുത്ത് ഇവിടെ നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് നമ്മുടെ കർഷകർക്ക് അത് കൊടുത്ത് ഉദാഹരണമായിട്ട് കൊക്കോ മറ്റ് ഫലവർഗ്ഗങ്ങളോ ഇതെല്ലാം ഇത് വിധത്തിൽ പറയും. പക്ഷെ നമ്മുടെ പ്രധാന കൃഷിയായ നെല്ലിനും തെങ്ങിനും റബ്ബറിനും ഇത് 3നും നിർണായകമായി എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടുമെന്നുള്ള സൂചനയൊന്നുമില്ല. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ അടുത്ത കാലത്ത് തുടരെ കാർഷിക സമരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ആ തരത്തിൽ നോക്കുമ്പോൾ അവരുടെ ഡിമാൻഡുകൾ ബഡ്ജറ്റിൽ അഡ്രസ്സ് ചെയ്യാനൊരു ശ്രമം ഉണ്ടായിട്ടുണ്ടോ എന്ന് പറയാൻ കഴിയുമോ? അവരുടെ ഇപ്പം അത് പറഞ്ഞല്ലോ, എല്ലാ വിളകളുടെയും മിനിമം സപ്പോർട്ട് പ്രൈസ് MSP വർദ്ധിപ്പിക്കും എന്നൊരു അനൗൺസ്മെൻറ്റ് ഇന്നും പറഞ്ഞു. പക്ഷേ അത് കേരളത്തിലെ കൃഷികളെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ നെല്ലിന് മാത്രമേ കിട്ടുന്നുള്ളതാണ് എൻ്റെ വിചാരം. റബ്ബറിന് കിട്ടുന്നില്ല. നാളികേരത്തിനാണെങ്കിൽ കൊപ്ര സംഭരണം എന്നൊക്കെ പറയുന്നത് സംസ്ഥാന സർക്കാരും നാഫെഡും ഒക്കെ കൂടെ ചെയ്ത് കുഴപ്പത്തിലാക്കുകയാണ്. ശരിക്കൊന്നും നടക്കുന്നില്ല. അപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം കാർഷിക മേഖലയിൽ
നമുക്കിനി ഇതിൽ നിന്ന് എന്തെങ്കിലും നേടിയെടുക്കാൻ കഴിയുമോ, ഈ പദ്ധതികളുടെ വിശദാംശങ്ങൾ എന്തെല്ലാമാണ്, പ്രൊഡ്യൂസർ കമ്പനികൾ ഇവിടെ സ്ഥാപിച്ച് നമ്മുടെ കൊക്കോയോ നമ്മുടെ കപ്പയോ നമ്മുടെ നമ്മുടെ നേന്ത്രപ്പഴമോ ഇതൊക്കെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ വേണ്ടിയുള്ള സഹായങ്ങൾ ഇതിൽ നിന്നും നമുക്ക് നേടിയെടുക്കാൻ കഴിയുമോ എന്നൊക്കെ നമ്മൾ പരിശോധിക്കണം.